ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം. ഞായറാഴ്ച അർദ്ധരാത്രി മുതൽ സംസ്ഥാനത്ത് 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം. ജൂലൈ 31-നാണ് ട്രോളിംഗ് നിരോധനം അവസാനിക്കുക. തീരത്തു നിന്നും 22 കിലോമീറ്റർ ദൂരം മീൻപിടുത്തം അനുവദിക്കില്ല. മീൻ സമ്പത്ത് വർദ്ധിപ്പിക്കാനും തൊഴിലാളികളുടെ വരുമാന മാർഗം ഉറപ്പാക്കാനുമാണ് ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തുന്നത്. നിയമം ലംഘിച്ച് മത്സ്യബന്ധനം നടത്തുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് ഫിഷറീസ് വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ട്രോളിംഗ് നിരോധന കാലയളവിൽ ട്രോളിംഗ് ബോട്ടിലെ മത്സ്യത്തൊഴിലാളികൾക്കും അനുബന്ധ തൊഴിലാളികൾക്കും സൗജന്യ റേഷൻ അനുവദിക്കും. അന്യസംസ്ഥാന ബോട്ടുകൾ ട്രോളിംഗ് നിരോധനം തുടങ്ങും മുമ്പ് കേരള തീരം വിട്ടു പോകേണ്ടതാണ്. ജൂൺ 9 വൈകിട്ട് ട്രോളിംഗ് ബോട്ടുകൾ കടലിൽ നിന്നും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയതായി മറൈൻ എൻഫോഴ്സ്മെന്റും കോസ്റ്റൽ പോലീസും ഉറപ്പാക്കും. തോണിയിലും ഇൻബോർഡ് വള്ളത്തിലും മീൻപിടുത്തം നടത്തുന്ന പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ട്രോളിംഗ് നിരോധന സമയത്തും കടലിൽ പോകാം. നിരോധന കാലയളവിൽ ഇൻബോർഡ് വള്ളങ്ങളോടൊപ്പം ഒരു കാരിയർ വള്ളമേ അനുവദിക്കൂ. എല്ലാ തീരദേശ ജില്ലകളിലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫിഷറീസ് കൺട്രോൾ റൂമുകൾ പ്രവർത്തിക്കും. ട്രോളിംഗ് നിരോധനം ആരംഭിക്കുന്നതോടെ മത്സ്യബന്ധന മേഖല വറുതിയുടെ ദിവസങ്ങൾ നേരിടേണ്ടി വരുമെങ്കിലും പരമ്പരാഗത മത്സ്യബന്ധന തൊഴിലാളികൾക്ക് ഇത് പ്രതീക്ഷയുടെ ദിവസങ്ങളായിരുന്നു. എന്നാൽ തകിടം മറിഞ്ഞ കാലാവസ്ഥയും മീനിന്റെ ലഭ്യതക്കുറവുമെല്ലാം പ്രതിസന്ധി സൃഷ്ടിക്കുമ്പോൾ ഇവർക്കും ബാക്കിയാവുന്നത് നഷ്ടങ്ങളുടെ തീരം മാത്രമാണ്. മൺസൂൺ കാലത്ത് യന്ത്രവൽകൃത ബോട്ടിലുള്ള ആഴക്കടൽ മീൻപിടുത്തം ഒഴിവാക്കി മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുക എന്നതാണ് ട്രോളിംഗ് നിരോധനത്തിന്റെ ലക്ഷ്യം. 52 ദിവസം നീണ്ടുനിൽക്കുന്ന ട്രോളിംഗ് നിരോധന കാലം മത്സ്യത്തൊഴിലാളികൾക്ക് ഇല്ലായ്മയുടെ കൂടി കാലമാണെങ്കിൽ പരമ്പരാഗത തൊഴിലാളികൾക്ക് അത് പ്രതീക്ഷയുടെ കാലമായിരുന്നു. ട്രോളിംഗ് കാലയളവിൽ സംസ്ഥാനത്ത് മത്സ്യം ലഭ്യമാകുന്നത് പരമ്പരാഗത വള്ളങ്ങളെയും നിയമം അനുശാസിക്കുന്ന എഞ്ചിനുകളുമായി പ്രവർത്തിക്കുന്ന ചെറുവള്ളങ്ങളെയും മാത്രം ആശ്രയിച്ചാണ്. ഈ കാലയളവിൽ ഇവർക്ക് ലഭിച്ചിരുന്ന സാമ്പത്തിക ഭദ്രത അടുത്ത ഒരു വർഷത്തേക്കുള്ള ജീവിതത്തിന്റെ കൈത്താങ്ങായിരുന്നു. മാറിമറിയുന്ന കാലാവസ്ഥയും മത്സ്യലഭ്യതയുടെ കുറവും ഉയരുന്ന ഇന്ധനവിലയുമെല്ലാം ഇവർക്ക് മുന്നിൽ ഇക്കുറി ബാക്കി വെക്കുന്നത് നിരാശയുടെ ഒഴിഞ്ഞ തീരമാണ്. കരകയറാത്ത പ്രതിസന്ധിക്കപ്പുറം കടലമ്മ കനിയുന്ന പുതിയ സീസണിലെ ചാകര പ്രതീക്ഷിച്ചുള്ള കാത്തിരിപ്പിലാണ് ഇനി കടലിന്റെ മക്കൾ. ന്യൂസ് ഡെസ്ക് ഗ്രാമിക.